Hey students, now we come to the last section of mathematical analysis, that is infinite limits. Here also we are given a function from A to R. A is a subset of R, A is a subset of R, and f from A to R is given. Then we say that at a cluster point C element of A. C element of A is a cluster point of the set A. At a cluster point we say that the function has limit infinity or f tends to infinity or limit at C, limit x tends to C f of x equal to infinity. ഇങ്ങനെ എഴുതുക, or f tends to infinity as x tends to C. x C is a cluster point of the function. ഇത് പറയാൻ ലിമിറ്റ് f എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ mod f x minus limit L എന്ന് പറയുന്നത് mod f x minus L less than epsilon whenever modulus of x minus c less than delta x equal to c എന്നുള്ള പോയിന്റ് നമ്മൾ പരിഗണിക്കുകയില്ല, അതാണ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ പക്ഷെ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ടുള്ള ഡിഫറൻസ് എപ്പോഴും ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ല. ഡിഫറൻസ് ഒത്തിരി വലുതാണ്. അല്ലെങ്കിൽ ഫംഗ്ഷൻ ഏത് നമ്പർ തന്നാലും അതിനേക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് ഫംഗ്ഷന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെന്ന് പറയേണ്ടത്. അത് 1000 ആണോ 10000 ആണോ കോടിയാണോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഏത് വാല്യൂ തന്നാലും 10000 തന്നാൽ അതിനേക്കാൾ ഫംഗ്ഷന്റെ വാല്യൂ വലുതായിട്ടുള്ള ഒരു പോയിന്റ് ഈ സിക്ക് അടുത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ലിമിറ്റ് ഓഫ് f of x equal to infinity if for all x element of A with the 0 less than modulus of x minus c less than delta. അപ്പൊ എന്താ തരണ്ടേ? if given epsilon greater than 0 എന്നുള്ളതിന് പകരം ഏത് നമ്പർ തന്നാലും, ചെറിയ നമ്പർ അല്ല, ഏത് നമ്പർ തന്നാലും അതിനേക്കാൾ വലിയ വാല്യൂ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അത് നൊട്ടേഷനെ നമ്മളൊന്ന് മാറ്റുന്നു. given any alpha in the real line there exists delta greater than 0 such that for all x element of A 0 less than modulus. If given small number epsilon greater than 0 there exists delta x c ചുറ്റൊരു വിട്ട് കണ്ടുപിടിക്കാം ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. അവിടുത്തെ എപ്സിലോൺ ചെറുതായിരുന്നു. ഇപ്പൊ എത്ര വലിയ നമ്പർ ആൽഫ വന്നാലും ചെറിയ നമ്പർ അല്ല. ഇപ്പൊ ഒരു നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ഒരു പർട്ടിക്കുലർ ലെവലിലും താഴെ ആവുന്നില്ല. അല്ലെ ഇപ്പൊ ഏത് നമ്പർ തന്നാലും അതിനേക്കാളും വലുതാണ്. റീഡിഫൈൻ ചെയ്യുന്ന നമ്പർ ആൽഫ എത്ര വലുത് വേണമെങ്കിലും ആകാം. അതുകൊണ്ട് നമ്മൾ എപ്സിലോൺ നമ്മൾ സിമ്പിൾ ഉപേക്ഷിക്കുകയാണ്. ഇവിടെ ഇനി ആൽഫ എലമെന്റ് ഓഫ് ആർ വേർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that for all x element of A with the 0 less than modulus of x minus c less than delta എന്ത് കിട്ടും? f of x അതിനേക്കാളും വലുതാണ്. f of x എല്ലാം തമ്മിലുള്ള ഡിഫറൻസ് ചെറുതാണ് എന്ന് പറയുന്നതിന് പകരം f x ഏത് നമ്പർ തന്നാലും അതിനേക്കാളും വലുതാണ് എന്ന് നമുക്ക് പറയാം. f x ഗ്രേറ്റർ ദാൻ ആൽഫ 10000 തന്നാൽ f x അതിലും വലുതാകുന്ന ഒരു x ഇവിടെ നിന്ന് as x tends to c, c ക്ക് അടുത്ത് വരുമ്പോഴാണ് here there is a point c, x tends to c, x c ക്ക് അടുത്ത് ആകുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. that is r x is delta greater than 0 such that for all x element of A 0 less than modulus of x minus c less than delta implies f of x greater than alpha. This is the definition of infinite limit, positive infinite limit. അതുപോലെ നെഗറ്റീവ് ഇൻഫിനിറ്റ് ലിമിറ്റ് ഉണ്ട്. അത് നമുക്ക് ഇതുപോലെ ഡിഫൈൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഏത് നമ്പർ തന്നാലും അതിനേക്കാളും ഫംഗ്ഷന്റെ വാല്യൂ ചെറുതാകും. അപ്പോൾ ആൽഫ നെഗറ്റീവ് ആകുന്ന കേസാണ് ശരിക്കും പറയേണ്ടത്. ഗിവൺ എനി റിയൽ നമ്പർ ആൽഫ 0 തന്നാൽ തെറ്റ് കിട്ടും, 10 തന്നാൽ അത് താഴെ കിട്ടും, അതിന് പ്രാധാന്യം ഇല്ല. -1000 അത് തന്നാൽ അതിനേക്കാളും ചെറിയ വാല്യൂ ഉള്ള എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. -1000 എന്നല്ല, എത്ര നെഗറ്റീവ് നമ്പർ തന്നാലും അതിന്റെ പുറകിൽ എഫിന്റെ വാല്യൂ വരുന്ന ഒരു പോയിന്റ് സിക്ക് അടുത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഇൻഫിനിറ്റ് നെഗറ്റീവ് ലിമിറ്റ് ആയിരിക്കും. അപ്പൊ അവിടെയാണ് വ്യത്യാസം. ഗിവൺ എനി നമ്പർ ആൽഫ എലമെന്റ് ഓഫ് ആർ, ഇത് ഇൻഫിനിറ്റ് പോസിറ്റീവ് ലിമിറ്റ്. ഇൻഫിനിറ്റ് ലിമിറ്റ് ആണ്, പോസിറ്റീവ് ആണ്. പ്ലസ് ഇൻഫിനിറ്റി ലിമിറ്റ് ആയിട്ട് വരുന്ന കേസാണ് ഈ പറഞ്ഞത്. ഇതേപോലെ മൈനസ് ഇൻഫിനിറ്റി ലിമിറ്റ് ആയിട്ട് വരുന്ന കേസ് as x tends to c f has limit minus infinity if given അവിടെ നമ്മൾ റിയൽ നമ്പർ എന്നേ പറയുന്നുള്ളൂ. അത് വ്യത്യാസമുള്ളതുകൊണ്ട് ഞാൻ ബീറ്റ എന്ന് വിളിക്കുകയാണ്. ബീറ്റ എലമെന്റ് ഓഫ് ആർ, ഇനി ബീറ്റ എലമെന്റ് ഓഫ് ആർ there exists delta greater than 0 such that ഈ ഡെൽറ്റ എന്തിനാ? സിയിലെ ലിമിറ്റ് പറയുന്നത് സിക്ക് അടുത്തുള്ള പോയിന്റ്സ് ഡിഫൈൻ ചെയ്യാനാണ്. such that for all x element of A
വിത്ത് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. അത് സിക്ക് അടുത്തുള്ള പോയിന്റ്സ് സെലക്ട് ചെയ്യുന്ന വിട്ട് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ സംഭവിക്കാം? എഫ് എക്സ് എപ്പോഴും ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി എന്നാ പറയുക. ലിമിറ്റ് മൈനസ് കോടി തന്നാലും അതിലും താഴെ ഫംഗ്ഷന്റെ വാല്യൂ ഉള്ള എക്സ് ഈസ് ലെസ് ദാൻ ബീറ്റ ഫോർ ഓൾ ബീറ്റ എലമെന്റ് ഓഫ്. ഇതിൽ അണ്ടർസ്റ്റുഡ് ആണ് ഈ ആൽഫ എപ്പോഴും പോസിറ്റീവ് ആകുന്നതിലാണ് പ്രാധാന്യം. ഈ ആൽഫ നെഗറ്റീവ്, ഈ ബീറ്റ നെഗറ്റീവ് ആകുന്നതിലാണ് പ്രാധാന്യം. അതൊന്നും പറയുന്നില്ല. ഇവിടെ ഇനി റിയൽ നമ്പർ അതിനേക്കാളും ചെറിയ വാല്യൂ. ഇനി റിയൽ നമ്പർ വന്നിട്ടുണ്ട്. അപ്പൊ എത്ര നെഗറ്റീവ് വന്നാലും അതിനേക്കാളും പറയും. ഇവിടെ നെഗറ്റീവ് വന്നാൽ അതിനേക്കാളും മുമ്പിലാണ് ആദ്യത്തത്. പോസിറ്റീവ് അതിൽ പ്രാധാന്യം ഇല്ല. എത്ര വലിയ പോസിറ്റീവ് നമ്പർ തന്നാലും അതിനേക്കാളും വലിയ വാല്യൂ ഫംഗ്ഷന് കിട്ടുന്ന പോയിന്റ് ഉണ്ട് എന്ന് പറയുന്നതിലാണ് ഇവിടെ അർത്ഥം. അപ്പൊ ഇവിടുത്തെ ആൽഫ പോസിറ്റീവ് ആയിട്ട്, ഇവിടുത്തെ ബീറ്റ നെഗറ്റീവ് ആയിട്ട് നമ്മൾ മനസ്സിൽ കരുതിക്കണം. പോസിറ്റീവും ശരിയാണ്. 10 തന്നാൽ അതിലും താഴെ ഫംഗ്ഷന്റെ വാല്യൂ ഉള്ളതുകൊണ്ട് അതിനല്ല പ്രാധാന്യം. എത്ര നെഗറ്റീവ് ആയിട്ടുള്ള നമ്പർ തന്നാലും അതിനും പുറകിലുള്ള വാല്യൂ ഫംഗ്ഷന് കിട്ടുന്ന എക്സ് ഉണ്ട്. ദെൻ ദ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ഹാവ് ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി എഫ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആസ് എക്സ് ടെൻസ് ടു സി. സിക്ക് അടുത്ത് അങ്ങനത്തെ പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് സിയിലെ ഫംഗ്ഷന്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആണ്. ഓർ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. ഇതാണ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. ഇൻഫിനിറ്റ് ലിമിറ്റ്സ് പോസിറ്റീവ് ആകാം, ഇൻഫിനിറ്റ് ലിമിറ്റ് നെഗറ്റീവ് ആകാം. ലിമിറ്റ് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ പോകുന്നു എന്നായിരുന്നു പണ്ട് പറയുന്നത്. ലിമിറ്റ് എഫ് ഈക്വൽ ടു എൽ എന്ന് പറയാനായിരുന്നു നമ്മൾ നേരത്തെ. അപ്പൊ മോഡ് എക്സ് മൈനസ് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ചെറിയ നമ്പർ എഫും എല്ലും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കാനാണ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഇതിൽ താഴെയാണ്. ഇതിപ്പോ ഡിഫറൻസ് ഒരിക്കലും ചെറുതാവത്തില്ല. ഫംഗ്ഷൻ ഒന്നുകിൽ ഒത്തിരി വലുതായിരിക്കും. എത്ര നമ്പർ തന്നാലും അതിനേക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ ഏത് നമ്പർ തന്നാലും അതിനേക്കാളും ചെറുതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു എല്ല് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഗിവൺ എപ്സിലോൺ എന്നുള്ളതിന് പകരം ഗിവൺ ഇനി പോസിറ്റീവ് റിയൽ നമ്പർ ആൽഫ എന്ന് ഇവിടെ കണക്ക് കൂട്ടുക പ്ലസ് ഇൻഫിനിറ്റി ലിമിറ്റ്. ഇനി നെഗറ്റീവ് ലിമിറ്റ് റിയൽ നമ്പർ, പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയണ്ട, ഇനി റിയൽ നമ്പർ എന്നാണ്. പക്ഷെ പോസിറ്റീവ് വരുമ്പോഴാണ് പ്ലസ് ഇൻഫിനിറ്റി ലിമിറ്റിന്റെ പ്രാധാന്യം. നെഗറ്റീവ് റിയൽ നമ്പർ വരുമ്പോഴാണ് മൈനസ് ഇൻഫിനിറ്റി ലിമിറ്റിന്റെ പ്രാധാന്യം. ഇതാണ് ഇൻഫിനിറ്റ് ലിമിറ്റ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇൻഫിനിറ്റ് ലിമിറ്റ്സിന് 1-2 എക്സാമ്പിൾസ് ആണ് നമുക്ക് കാണാനുള്ളത്. വി ക്യാൻ പ്രൂവ് ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 by x. ആദ്യത്തെ എക്സാമ്പിൾ അതാകട്ടെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 by x equal to x tends to 0 plus 1 by x equal to plus infinity, and limit x tends to 0 minus 1 by x equal to ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഇതിനകത്ത് വരാം, മൈനസ് ഇൻഫിനിറ്റി. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. ഇവിടെ ഫംഗ്ഷൻ 1 by x ആണ്. y ഈക്വൽ ടു 1 by x അല്ലെങ്കിൽ എക്സ് വൈ ഈക്വൽ ടു 1 ആണ്. എക്സ് വൈ ഈക്വൽ ടു 1 റെക്ടാംഗുലർ ഹൈപ്പർബോളയാണ്. ഗ്രാഫ് നമുക്ക് ലിമിറ്റിനെ പറ്റി ഒരു ഐഡിയ തരും. കോർഡിനേറ്റ് ആക്സ് അസിൻഡോട്സ് ആയിട്ടുള്ള റെക്ടാംഗുലർ ഹൈപ്പർബോളയാണ് എക്സ് വൈ ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 0ക്ക് റൈറ്റ് സൈഡിൽ നിന്ന് പോയിന്റ് എടുക്കുന്നു. ഫംഗ്ഷന്റെ വാല്യൂ ഇതേ പൊക്കത്തിലാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇത് നോക്കിയിട്ട് നമുക്ക് പറയാം 0ക്ക് അടുത്തുനിന്ന് പോയിന്റ്സ് വരും തോറും ഇതാണ് ഇത് y ആക്സിസിനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 0യുടെ റൈറ്റ് സൈഡിൽ നിന്ന് പോയിന്റ് എടുത്താൽ 0 പ്ലസ് ഇത് എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ 0 പ്ലസ് ഓഫ് 1 by x മുളിക്കുന്ന കാര്യമില്ലല്ലോ, എഫ് എക്സ് മുളിക്കുന്ന കാര്യമില്ല, ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. 0യുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്താലോ 0യുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇവിടുന്ന് പോയിന്റ്സ് എടുക്കും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോയിന്റ്സ് എടുക്കുന്നതോറും ഫംഗ്ഷൻ ഇങ്ങനെ പോവുകയാണ്, നെഗറ്റീവ് y ആക്സിസിനെ മീറ്റ് ചെയ്തുകൊണ്ട് പോവുക. അത് ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 1 by x എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആണ് എന്ന് ക്ലിയർ ആണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് തിയററ്റിക്കൽ ആയിട്ട് പറയാം. അപ്പോൾ ഒരു ആൽഫ ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ദെൻ ഇഫ് യു സെലക്ട് ഡെൽറ്റ ഈക്വൽ ടു 1 by alpha, ഡെൽറ്റ 1 by alpha എന്ന് സെറ്റ് ചെയ്യുവാണെങ്കിൽ 0യുടെ റൈറ്റ് സൈഡിൽ നിന്ന് പോയിന്റ് എടുക്കുന്നു എന്ന് കാണിക്കാൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 by alpha. ഡെൽറ്റ ആണ്, എക്സ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് തന്നെയാ പറഞ്ഞത്. വെദർ യു ക്യാൻ ഫൈൻഡ് ആൽഫ തന്നാൽ ഡെൽറ്റ കണ്ടുപിടിക്കാവോ എന്നാണ് ക്വസ്റ്റ്യൻ. ഡെൽറ്റ 1 by alpha, ആൽഫ വരുമ്പോൾ ഡെൽറ്റ 1 by alpha എന്ന് സെലക്ട് ചെയ്യാം. വാട്ട് വിൽ യു ഗെറ്റ്? 1 by x ആണ് ഫംഗ്ഷൻ. 1 by x is x equal to x less than 1 by alpha, 1 by x greater than alpha, 1 by x greater than alpha. ഫംഗ്ഷൻ ഏത് നമ്പർ തന്നാലും അതിനേക്കാളും വലുതാണ്. ഗിവൺ ആൽഫ, ആൽഫ തന്നു, ഫംഗ്ഷൻ ഏതാ 1 by x ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് നമുക്ക് കിട്ടി. എപ്പോഴാ 0യുടെ റൈറ്റ് സൈഡിൽ നിന്ന് പോയിന്റ് എടുത്തുള്ളൂ. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ
ഡെൽറ്റ ഈക്വൽ ടു ആൽഫ തന്ന 1 ആൽഫ എന്ന് സെറ്റ് ചെയ്യാം. 10 തന്ന 1/10 എന്ന് ഡെൽറ്റ സെലക്ട് ചെയ്യണം. 1000 തന്ന 1/1000 എന്ന് ഡെൽറ്റ സെലക്ട് ചെയ്യണം. അത് ഇതുപോലെ 0യുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നെങ്കിൽ -1 ആൽഫ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -1 ബീറ്റ. ബീറ്റ ബീറ്റ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. -1 ബീറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ എക്സ് ലെസ് ദാൻ ബീറ്റ് എക്സ് ലെസ് ദാൻ ബീറ്റ മൈനസ് കൊടുക്കണ്ട ബീറ്റ ലെസ് ദാൻ 0 സൈൻ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട. ബീറ്റ ലെസ് ദാൻ 0 വന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു 1 ബീറ്റ എന്ന് സെലക്ട് ചെയ്താൽ മതി. 1 ബീറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ഇംഗ്ലീഷ് 1/x ഈസ് ലെസ് ദാൻ ബീറ്റ. ഏത് നമ്പർ തന്നാലും അതിനേക്കാളും ചെറുതായിട്ട് ഫംഗ്ഷന്റെ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് തിയററ്റിക്കൽ പാർട്ട്. ഗ്രാഫ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ 1/x² ഉണ്ട്. അതാകുമ്പോൾ സൈഡ് പ്രശ്നമില്ല. ഇതിപ്പോ റൈറ്റ് സൈഡിൽ +∞ 0യുടെ ലെഫ്റ്റ് സൈഡിൽ -∞ ലിമിറ്റ് കിട്ടുന്ന എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. രണ്ട് സൈഡിലും ലിമിറ്റ് പറയാവുന്ന ഒരു ഫംഗ്ഷൻ ആണ് 1/x². കൺസിഡർ ദ ഫംഗ്ഷൻ 1/x². 1/x²ന്റെ 0യിലെ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1/x². 1/x²ന്റെ ഗ്രാഫ് ഇതാണ്. ഇങ്ങനെയാണ് 1/x²ന്റെ ഗ്രാഫ്. അപ്പൊ തന്നെ നമുക്കറിയാം ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1/x. x 0യിലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ x ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നാലും x റൈറ്റ് സൈഡിൽ നിന്ന് വന്നാലും ഫംഗ്ഷൻ ഇങ്ങനെ +∞ പോയിക്കൊണ്ടിരിക്കുക. ദിസ് ഈസ് ഈക്വൽ ടു +∞. ഇൻഫിനിറ്റ് ലിമിറ്റ് ആണ്, പോസിറ്റീവ് ആണ്. ഇനി തിയററ്റിക്കൽ ആയിട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ? ഗിവൺ ഇനി ആൽഫ ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആൽഫയേക്കാളും വലുതായിട്ട് 1/x²ന്റെ വാല്യൂ സെറ്റ് ചെയ്യണം. അതായത് അവസാനം നമ്മൾ എഴുതുന്നത് ചില പ്രൂഫുകൾ കുറയുന്ന വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1/x², ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ആൽഫയേക്കാളും വലുതാകണമെന്നാണ് നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ x² ലെസ് ദാൻ 1/α എന്ന് എഴുതി വരണം. അല്ലെങ്കിൽ x ലെസ് ദാൻ 1/√α എന്ന് വരണം. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുക. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 ആണ്. 0യുടെ പരിസരത്ത് നിന്ന് പോയിന്റ്സ് എടുക്കേണ്ട വിഡ്ത്ത് ആണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. ഇവിടെ തീരുമാനിച്ചു 1/√α താഴെയുള്ള എക്സുകൾ. അപ്പോൾ 0യുടെ രണ്ട് സൈഡിൽ നിന്നും ആകാം. x² 1/α താഴെയായാൽ മതി. അപ്പോൾ മോഡുലസ് ഓഫ് x ലെസ് ദാൻ 1/√α ആയാൽ മതി. 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് x - 0 ആയിരുന്നു വരുന്നത്. മോഡുലസ് ഓഫ് x - c എന്ന് പറയുന്ന മോഡുലസ് ഓഫ് x ആയി പോകും. ഈസ് മോഡുലസ് ഓഫ് x ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് നമ്മൾ എഴുതുന്നത്. ആ ഡെൽറ്റ 1/√α എന്ന് സെലക്ട് ചെയ്താൽ മതി. ഇറ്റ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എക്സിന്റെ സ്ക്വയർ. മോഡുലസ് ഓഫ് x 1/√α താഴെയാണെങ്കിൽ മോഡ് എക്സിന്റെ സ്ക്വയർ x² തന്നെയാണ്. x² ഈസ് ലെസ് ദാൻ 1/α എന്ന് നമുക്ക് കിട്ടും. x² ലെസ് ദാൻ 1/α ഇംപ്ലൈസ് 1/x² ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. 1/x² ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന് പേരുണ്ടായിരുന്നു എന്ന് വിചാരിക്കും. x ടെൻഡ്സ് ടു 0 f(x) ഈക്വൽ ടു +∞ എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ f(x)ന്റെ വാല്യൂ ആൽഫയിൽ വലുതാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 1/x² ആണ് f(x). That means f(x) is greater than alpha. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് given alpha greater than 0 എന്ത് ചെയ്യണം? സെലക്ട് ഡെൽറ്റ ഈക്വൽ ടു ചൂസ് given എപ്സിലോൺ greater than 0 whether there exists delta. അത് പറഞ്ഞ പോലെ തന്നെ എത്ര വലിയ ചെറിയ എപ്സിലോൺ തന്നാലും ലിമിറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ന് പറയാം. ഇതുപോലെ എത്ര വലിയ നമ്പർ തന്നാലും അതിനേക്കാൾ വലിയ f(x) ഉണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. അതിനുള്ള വിഡ്ത്ത് ടെൻഡ്സ് ടു 0യ്ക്ക് അടുത്തുള്ള പോയിന്റ്സിന് നമ്മൾ തീരുമാനിച്ചു കൊടുക്കും. ഇവിടെ നമ്മൾ തീരുമാനിക്കുന്ന വിഡ്ത്ത് ആൽഫ എത്രയാണോ അതിന്റെ റൂട്ടിന്റെ റെസിപ്രോക്കൽ. സെലക്ട് ഡെൽറ്റ ഈക്വൽ ടു 1/√α. ഓട്ടോമാറ്റിക്കലായിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകാൻ പോകുന്നത്. ഇത് കിട്ടണമെന്നറിഞ്ഞ് നമ്മൾ പുറകോട്ട് എഴുതിയപ്പോഴാണ് mod x ലെസ് ദാൻ 1/√α വേണമെന്ന് മനസ്സിലായത്. mod x ലെസ് ദാൻ 1/√α എന്ന് mod x ലെസ് ദാൻ ഡെൽറ്റ ഈക്വൽ ടു 1/√α എന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ x² ലെസ് ദാൻ 1/α എന്ന് എഴുതാം. 1/x² ഫംഗ്ഷന്റെ വാല്യൂ f(x) greater than alpha for any given alpha. ഏത് ആൽഫ വന്നാലും 1/√α ഡെൽറ്റ ആയിട്ട് സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെ കാര്യം സാധിക്കാം.
അപ്പോൾ എത്ര വലിയ നമ്പർ തന്നാലും അതിനേക്കാൾ വലുതാണ് f(x). സോ ലിമിറ്റ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. e raised to 1 by x ന്റെ 0 ലെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ